+1 ഏകജാലക പ്രവേശനത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ മുൻവർഷത്തേക്കാൾ 6630 അപേക്ഷകൾ കൂടുതൽ. 5509 പേരും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാറിലെ ജില്ലകളിൽ നിന്നുള്ളവരാണ്. അപേക്ഷകർ വർദ്ധിച്ചതോടെ മലബാറിൽ ഇത്തവണ 45,000-ഓളം സീറ്റുകൾ കുറവുണ്ടാകും. +1 അപേക്ഷാ സമർപ്പണം ശനിയാഴ്ച വൈകിട്ട് പൂർത്തിയായപ്പോൾ സംസ്ഥാനത്താകെ 4,65,960 അപേക്ഷകരാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6,630 അപേക്ഷകർ കൂടുതലുണ്ട്. വർദ്ധിച്ച അപേക്ഷകരിൽ 5,509 പേരും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാറിലെ ജില്ലകളിൽ നിന്നുള്ളവരാണ്. അപേക്ഷകർ വർദ്ധിച്ചതോടെ മലബാറിൽ ഇത്തവണയും സീറ്റ് ക്ഷാമം വർദ്ധിക്കുമെന്നുറപ്പായി. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും അപേക്ഷകരുടെ വർധനയും മലപ്പുറം ജില്ലയിലാണ്. ജില്ലയിൽ 82,434 അപേക്ഷകരാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1,512 അപേക്ഷകർ വർദ്ധിച്ചു. എന്നാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകർ കുറഞ്ഞു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ സീറ്റും പരിഗണിച്ചാൽ പോലും മലബാറിൽ 40,000-ലധികം സീറ്റിന്റെ കുറവുണ്ടെന്ന് സർക്കാർ തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. ഈ വർഷം അപേക്ഷകർ കൂടിയതോടെ സീറ്റിന്റെ കുറവ് 45,000-ൽ അധികമായി മാറും. 10% സീറ്റ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തതുകൂടി പ്രാബല്യത്തിൽ വന്നാൽ നേരിയ സീറ്റ് വർധനവുണ്ടായേക്കാം. ഇതോടെ ക്ലാസുകളിൽ 65 കുട്ടികൾ പഠിക്കേണ്ട സാഹചര്യമുണ്ടാകും. അപേക്ഷകർ വർദ്ധിച്ചിട്ടും അധിക ബാച്ച് അനുവദിക്കാത്തതിൽ ഇപ്പോഴും സർക്കാർ നിഷേധാത്മക നിലപാട് തുടരുകയാണ്. എന്നാൽ മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംബന്ധിച്ച പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ ഒരു വിദ്യാർത്ഥിയോ ഒരു രക്ഷിതാവോ ഇതുവരെ സീറ്റില്ലെന്ന പരാതി ഉയർത്തിയിട്ടില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. എന്നാൽ സർക്കാർ വാദം ഹൈക്കോടതി തള്ളിയിരുന്നു. +1 സീറ്റ് തേടി സ്കൂളുകൾ കയറിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സർക്കാരിന് പരാതി നൽകാൻ സമയമുണ്ടാകില്ലെന്ന് പറഞ്ഞായിരുന്നു ഈ വാദം ഹൈക്കോടതി തള്ളിയത്. സീറ്റ് വർധന ആവശ്യപ്പെട്ട് ബുധനാഴ്ച മുസ്ലിം ലീഗ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയ് ഹിന്ദ് ന്യൂസ്, മലപ്പുറം.